അവിടത്തെ വിളിച്ച് സഹായം ചോദിക്കാൻ പറ്റും. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തവസ്സുൽ ചെയ്യാൻ പറ്റും. അല്ലാഹുവിന്റെ റസൂലിനോട് ശഫാഅത്ത് തേടാൻ പറ്റുമെന്ന് മാത്രമല്ല അത് പുണ്യകർമ്മമാകുന്നു. ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ ഇമാമുകളും പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ മുജാഹിദുകൾക്കിടയിലുള്ള തർക്കം എന്താണ്? നമ്മൾ വിശ്വസിക്കുന്ന ഈ തൗഹീദ് മാറ്റിക്കഴിഞ്ഞാൽ പൂർവീകരായ മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ പണ്ഡിതന്മാർ ഇമാമുകളൊക്കെ മുശ്രിക്കുകളാണ്, കാഫിറുകളാണ് എന്ന് പറയേണ്ടി വരും എന്നാ മുജാഹിദുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇമാമുകൾക്കാർക്കും തൗഹീദ് തിരിഞ്ഞില്ല എന്ന് പറയേണ്ടി വരുമെന്ന് മുജാഹിദുകൾ വിലപിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ ലോകത്ത് കഴിഞ്ഞുപോയ ഇമാമുകൾ നിങ്ങൾക്കറിയാമോ? സ്വഹാബികൾ ഉൾപ്പെടെയുള്ള മഹത്തുക്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ശേഷം തൗഹീദിൽ മുസ്ലിം ലോകത്തുള്ള പ്രഥമ പൗരൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവിടെ പഠിപ്പിച്ച തൗഹീദ് നിങ്ങൾക്കറിയാമോ? മഹാനവറുകൾക്ക് മരണാസന്ന രോഗം. ആ രോഗസമയത്ത് ബഹുമാനപ്പെട്ടവർ ഉറപ്പിക്കുന്നു, ഈ രോഗത്തിൽ ഞാൻ മരിക്കും. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ തന്റെ വേണ്ടപ്പെട്ടവരെയും ബന്ധുമിത്രാദികളെയും വിളിച്ചു വസിയത്ത് ചെയ്യുകയാണ്. എന്താ പറയുന്നത്? ഞാൻ ഈ രോഗത്തിൽ മരിച്ചു പോയാൽ, ഞാൻ ഈ രോഗത്തിൽ മരണപ്പെട്ടു പോയാൽ നിങ്ങൾ എന്തു ചെയ്യണം? എന്നെ കുളിപ്പിക്കണം, എന്നെ കഫൻ ചെയ്യണം, എന്റെ പേരിൽ നിങ്ങൾ നിസ്കരിക്കണം, അതിനുശേഷം നിങ്ങൾ എന്നെ മറവു ചെയ്യണം. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് തന്നെ നിങ്ങൾ എന്നെ മറവു ചെയ്യണം. ബഹുമാനപ്പെട്ടവർ വസിയത്ത് ചെയ്യുന്നു. എന്നിട്ട് സ്വഹാബത്തിനോട് നിർദ്ദേശിക്കുകയാണ്. ആ വസിയത്തായി അദ്ദേഹം പറയുകയാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ ജനാസയുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് നിങ്ങൾ എത്തിയാൽ നിങ്ങൾ മറവു ചെയ്യുന്നതിന്റെ മുമ്പ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സമ്മതം ചോദിക്കണം. സമ്മതം ചോദിക്കണം. എന്താണ് സമ്മതം ചോദിക്കേണ്ടത്? അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. ഒന്നാം ഖലീഫ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന തൗഹീദാണിത്. അവിടുന്ന് പഠിപ്പിക്കുന്നത് എന്താ? അല്ലാഹുവിന്റെ റസൂലിനോട് നിങ്ങൾ പറയണം, നബിയേ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഹാദാ അബൂബക്കറിൻ യസ്തഗ്ദിലുക. നബിയെ, ഇത് അബൂബക്കർ സിദ്ദീഖിന്റെ ജനാസയാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് ഇതാ സമ്മതം ചോദിക്കുന്നു. നബിയെ, തങ്ങളുടെ ചാരത്ത് മറവു ചെയ്യാൻ തങ്ങളോട് സമ്മതം ചോദിക്കുന്നു. തങ്ങൾ സമ്മതം നൽകിയാൽ ഞങ്ങൾ ഇവിടെ മറവു ചെയ്യും. വഇല്ലം യൂദൻ, സമ്മതം നൽകപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയുന്നു, ഫഅഖ്രിജൂനി വദ്ഫിനൂനി ഫിൽ ബഖീഅ, എന്നെ നിങ്ങൾ ജന്നത്തുൽ ബഖീഇൽ കൊണ്ടുപോയി മറവു ചെയ്യണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്യുകയാണ്. നോക്കണം നിങ്ങൾ, ആരംഭ റസൂൽ ഖബർ ഷരീഫിൽ കിടക്കുന്നു. ഖബറിലുള്ള റസൂലുള്ളാഹിയോട് ആ സമ്മതത്തിന് വേണ്ടി വിളിക്കണമെന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വസിയത്ത് ചെയ്യുന്നു. അത് ശിർക്കാണ് എന്ന ഒരു വാദം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പരിചയമില്ല. അത് തൗഹീദിന് വിരുദ്ധമാണ് എന്ന ഒരു ചിന്താഗതി സ്വഹാബാക്കൾക്ക് തീരെ അറിയുന്നില്ല. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് പഠിച്ച സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും സഹാബികളും വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ എന്ന ആയത്ത് പഠിച്ച സ്വഹാബികൾ ഇത് ശിർക്കാണെന്ന് ചിന്തിച്ചിട്ടില്ല. അവരെന്തു ചെയ്യുന്നു? ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ ബഹുമാനപ്പെട്ടവരെ കുളിപ്പിക്കുന്നു, കഫൻ ചെയ്യുന്നു, നിസ്കരിക്കുന്നു. അങ്ങനെ മയ്യത്തുമായി, ജനാസയുമായി ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അരികിലെത്തുന്നു. ആ വാതിലിന്റെ അരികിൽ ജനാസ വെച്ചുകൊണ്ട് പറയുന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഹാദാ അബൂബക്കറിൻ യസ്തഗ്ദിലുക. നബിയേ, ഇത് സിദ്ദീഖുൽ അക്ബറിന്റെ ജനാസയാണ്. തങ്ങളോട് സമ്മതം ചോദിക്കുന്നു. തങ്ങൾ സമ്മതിച്ചാൽ ഞങ്ങൾ ഇവിടെ മറവു ചെയ്യും, ഇല്ലെങ്കിൽ ഞങ്ങൾ ജന്നത്തുൽ ബഖീയിലേക്ക് കൊണ്ടുപോകും. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബറിന്റെ ജനാസയുമായി സ്വഹാബികൾ അല്ലാഹുവിന്റെ റസൂലിനോട് അപേക്ഷിക്കുകയാണ്, പറയുകയാണ്,
നോക്കണം നിങ്ങൾ. വഫാത്തായി ഖബറിൽ കിടക്കുന്ന നബി തങ്ങളുടെ സമ്മതം കിട്ടാൻ വേണ്ടി ജീവിച്ചിരിക്കുന്ന സ്വഹാബികൾ ആവശ്യപ്പെടുമ്പോ അത് ശിർക്കാണെന്ന മുജാഹിദ് വാദം, അത് തൗഹീദിന് വിരുദ്ധമാണെന്ന ബിദ്അഈ വാദം സ്വഹാബികൾക്കറിയില്ല. ആ സ്വഹാബികൾ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് തേടിയപ്പോൾ എന്തുണ്ടായി? ആ ഖബർ ഷരീഫിൽ നിന്നതാ മറുപടി വരുന്നു. അവിടുന്ന് പറയുന്ന മറുപടി എന്താണ്? അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ് ഫഇന്നൽ ഹബീബ ഇലൽ ഹബീബി മുഷ്താഖ്. എന്റെ ഹബീബായ സിദ്ദീഖിനെ അവരുടെ ഹബീബായ എന്റെ ചാരത്തേക്ക് നിങ്ങൾ പ്രവേശിപ്പിക്കണം. കാരണം ഹബീബും തമ്മിൽ സംഗമിക്കാൻ കൊതിയാകുന്നുണ്ട്. അതുകൊണ്ട് എന്റെ ചാരത്തേക്ക് നിങ്ങൾ പ്രവേശിപ്പിക്കണം. ഇവിടെ നിങ്ങൾ മറവു ചെയ്യണമെന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരോട്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ മറവു ചെയ്യാനായി ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസിയ്യത്ത് ചെയ്യുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ അവിടെ മറവു ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂൽ സമ്മതം കൊടുക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ റസൂലുള്ളാഹി തങ്ങളുടെ ഹുജ്റ ഷരീഫിന്റെ റൂമിന്റെ വാതിലിതാ തുറക്കുന്നു. ആ വാതിൽ തനിയെ തുറക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ച് അവിടെ മറവു ചെയ്യുന്നു. നോക്കൂ നിങ്ങൾ, ഈ ഒരു സംസ്കാരം അല്ലെങ്കിൽ ഈ ഒരു ആചാരം, ഈ ഒരു കർമ്മം സുന്നികളായ നമ്മൾ ലോകത്ത് കഴിഞ്ഞുപോയ 14 നൂറ്റാണ്ടുകാലം ജീവിച്ച മുഴുവൻ ഇമാമുകളും മുഴുവൻ വിശ്വാസികളും ചെയ്യുന്ന ഈ കർമ്മം ഇതൊരിക്കലും മഹാത്മാക്കളോട്, മരണപ്പെട്ടുപോയ മഹാത്മാക്കളോട് സഹായം ചോദിക്കലോ അവരെ കൊണ്ട് തവസ്സുൽ ചെയ്യലോ ശഫാഅത്ത് ചോദിക്കലോ ഒരിക്കലും തൗഹീദിന് വിരുദ്ധമാണ് എന്ന ആശയം സ്വഹാബികൾ പഠിപ്പിച്ചിട്ടില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടില്ല. അവർക്കാർക്കും പരിചയമില്ല. അവിടെ നിങ്ങോട്ട് സ്വഹാബികൾ മുഴുവനും താബിഉകൾ മുഴുവനും പഠിപ്പിച്ചത് ഈ തൗഹീദായിരുന്നു. അതൊരിക്കലും കലിമത്തു തൗഹീദ് പൂർവീകർ പഠിപ്പിച്ച, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച തൗഹീദിനെതിരാണെന്ന് സ്വഹാബികൾ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾക്കറിയാമോ, സ്വഹാബത്ത് ജീവിക്കുന്ന ഹിജ്റ 50കൾക്ക് ശേഷം ജീവിച്ച സ്വഹാബികൾ അവരുടെ കാലത്ത് മദീനയിൽ ഒരു സംഭവം ഉണ്ടായി. എന്തായിരുന്നു അത്? മദീനയിൽ ഒരു അക്രമിയായ ഗവർണർ വരികയാണ്, നിശ്ചയിക്കപ്പെടുകയാണ്. ആ ഗവർണറുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പോംവഴി എന്താണ്? മദീനയിലുള്ള സ്വഹാബികളും താബിഉകളും കൂടി ചിന്തിക്കുന്നു, ചർച്ച ചെയ്യുന്നു. പരിഹാരം കാണുന്നത് എന്താ? ഫജ്തമഅ സ്വഗീറു വൽ കബീറു ഫീ മസ്ജിദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലുള്ള ചെറിയവരും വലിയവരുമായ മുഴുവൻ സ്വഹാബികളും താബിഉകളും താബിഉകളും എല്ലാവരും അതാ അവിടെ ഒരുമിച്ച് കൂടുന്നു. ആരംഭ റസൂലിന്റെ മദീനത്തെ ആ ഖബർ ഷരീഫിന്റെ ചാരത്ത് അവർ ഒരുമിച്ച് കൂടുന്നു. ഒരുമിച്ച് കൂടിയിട്ട് ചെയ്യുന്നതെന്താ? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞില്ല, വലാദു ബിഖബരിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിനോട്, റസൂലിന്റെ ഖബർ ഷരീഫിനെ അഭയകേന്ദ്രമാക്കി അവർ പ്രാർത്ഥിക്കുന്നു. സഹോദരന്മാരെ, ജാറങ്ങളിലേക്ക് പോകുന്നത് സ്വഹാബത്ത് പഠിപ്പിച്ച തൗഹീദാണ്. അത് പൂർവീകർ പഠിപ്പിച്ച തൗഹീദാണ്. ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നതാരാ? അബ്ദുല്ലാഹി ബിൻ ഉമർ എന്ന സ്വഹാബി വര്യനാണെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു, ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഹിജ്റ 346 വഫാത്തായ അല്ലാമ മസ്ഊദി തന്റെ മുറൂജു ദഹബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നു. അവരൊക്കെ ലോകത്ത് കഴിഞ്ഞു പോയ ഇമാമുകൾ അവരെല്ലാവരും ചെയ്യുന്നത് ഈ കർമ്മമാണ്. വഫാത്തായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അരികിൽ ചെന്ന് തവസ്സുൽ ചെയ്യുന്നു, സഹായം ചോദിക്കുന്നു, ശഫാഅത്ത് തേടുന്നു. അത് ശിർക്കാണെന്ന് പഠിപ്പിച്ചിട്ടില്ല. മദീനയിലുള്ള സ്വഹാബികളും താബിഉകളും ഒന്നാകെ സംഗമിച്ചുകൊണ്ട് അവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിനെ അഭയ കേന്ദ്രമാക്കി പ്രഖ്യാപിച്ച് പ്രാർത്ഥന നടത്തിയപ്പോൾ അതാ ആ ഗവർണറുടെ കയ്യിൽ ഒരു മുഴ പൊന്തുന്നു. പൊന്തിയ മുഴ വൃണ